നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയുന്നത് വെച്ചല്ലേ, കർക്കിടകൂർ നക്ഷത്രങ്ങൾ, പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പറയുന്നത്. എന്താണെങ്കിലും സന്തോഷസ്ഥിതിയാണ്, സമാധാനസ്ഥിതിയാണ്, സർവ്വവിധ അനുഗ്രഹങ്ങളുമുള്ള ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞാലേ, കർമ്മരംഗം ജോലി രംഗത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും. മർദ്ദം പൂയമായിരുന്ന ആളുകാർക്ക് ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും. സംരംഭങ്ങളിൽ മേൽഗതി വരും, ധനകാര്യങ്ങളിൽ മേൽഗതി വരും, കുടുംബത്തിൽ സമാധാന സന്തോഷാനുഭവങ്ങളിലേക്ക് വരും. പലവിധ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. പുതിയ വാഹനം വാങ്ങിക്കാൻ സാധിക്കും, പുതിയ വാഹനത്തിൽ കയറാൻ സാധിക്കും. അങ്ങനെയുള്ള പലവിധ ഗുണങ്ങളാണ് ഈ നാളുകാർക്ക് ഈ സമയത്ത് വന്നു ചേർന്നത്. എന്താണെങ്കിലും സന്തോഷസ്ഥിതിയാണ്. കർമ്മരംഗം, ഒരു ജോലി രംഗത്തെ അഭിവൃദ്ധി ഉണ്ടാവും. ഏതെങ്കിലും രീതിയിലൊക്കെ അഭിവൃദ്ധി ഗുണങ്ങളൊക്കെ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും, ഭൂമി വാങ്ങിക്കാൻ സാധിക്കും, ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇങ്ങനെയുള്ള അനവധി ഗുണങ്ങളാണ് ഇന്ന് ആളുകാർക്കുള്ളതേ. രോഗാവസ്ഥകൾ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയിൽ നിന്നൊക്കെ നല്ല മോചനം ലഭിക്കും. ശാരീരിക സുഖങ്ങൾ ലഭിക്കും. അലോഹ്യമായിട്ടിരുന്ന ആൾക്കാരൊക്കെ ലോഹ്യസ്ഥിതിയാവും. ബന്ധുമിത്രങ്ങളോടും മറ്റുള്ള ആൾക്കാരൊക്കെ അലോഹ്യമായിട്ടിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ലോഹ്യാനുഭവങ്ങളിലേക്ക് എത്തിച്ചേരും. പ്രധാനമായിട്ട് ധനത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറി ധാരാളം ധനം കൈകാര്യം ചെയ്യാനും രീതിയിലൊക്കെ വന്നു ചേരും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും. ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാൻ സാധിക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ സാധിക്കും. ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും. കുടുംബമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള പലവിധ ഗുണങ്ങളാണ് ഈ സമയത്ത് വന്നു ചേരുന്നത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഗൃഹനിർമ്മാണം തുടങ്ങിയിട്ട് നടക്കാത്ത അവസ്ഥകളുണ്ടാവും. ഒരു വാഹനം വാങ്ങിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടായിട്ട് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. ഇവയെല്ലാം വിട്ടുമാറി നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്ന് ചേരും. അങ്ങനത്തെ സമയവും ചില ആൾക്കാർ ധനമായിട്ട് ബന്ധപ്പെട്ട് പല അലോഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ബന്ധുമിത്രങ്ങളോടും അടുത്ത മിത്രങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ആ ലോഹ്യങ്ങളൊക്കെ മാറി ലോഹ്യാനുഭവത്തിലേക്ക് വരും. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഉള്ള സ്വർണ്ണങ്ങൾ പുതുക്കി വാങ്ങിക്കാൻ അല്ലെങ്കിൽ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാനൊക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സന്തോഷമായിട്ട് സമ്മാനങ്ങൾ ലഭിക്കും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള പല സാമഗ്രികളും ഇവർക്ക് സമ്മാനമായിട്ട് സന്തോഷത്തോടുകൂടി ലഭിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യമുള്ള സമയമാണ്. പുണർദം പൂയമായില്ലെന്ന ആളുകാർക്ക് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് കുറി, ലോട്ടറി അങ്ങനെയുള്ള എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. എല്ലാവർക്കും അല്ല, അല്പം ചുരുങ്ങിയ കുറച്ച് ആൾക്കാർക്ക് ലോട്ടറിയിലൂടെയോ കുറിയിലൂടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. എന്താണെങ്കിലും സന്തോഷാവസ്ഥകളായിരിക്കും. സങ്കടാവസ്ഥയിൽ നിന്നൊക്കെ അങ്ങോട്ട് മോചനം കിട്ടി സന്തോഷാവസ്ഥയിലേക്ക് വരും. ചില ആൾക്കാരൊക്കെ അനവധി രോഗാവസ്ഥകളൊക്കെ ആയിട്ടിരുന്ന ആൾക്കാരുണ്ട്. ആ രോഗാവസ്ഥയിൽ നിന്നൊക്കെ മോചനം വന്ന് തുടങ്ങും, സുഖം പ്രാപിച്ചു തുടങ്ങും. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. ചില ആൾക്കാരുണ്ട് വിദേശത്ത് ജോലി നോക്കുന്ന ആൾക്കാർ, പഠിക്കാൻ നോക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും. വിദേശ ജോലി നോക്കാൻ പോകാനും പഠിക്കാൻ പോകാനൊക്കെ സാധിക്കും. പല പല പരീക്ഷകൾ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പുറത്തും പോയി അയൽക്കാർ, അവരൊക്കെ എല്ലാ വിജയവും വന്നു ചേരും. വിദ്യാർത്ഥികളാണെങ്കിലും ഗൃഹനാഥന്മാരാണെങ്കിലും
വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും അതിനകത്തൊക്കെ അവർക്ക് ആഗ്രഹിക്കുന്ന വിജയം ലഭിക്കും. പൂയങ്കാരൊക്കെ അനവധി പരീക്ഷകളൊക്കെ എഴുതിയാലൊക്കെ അതൊക്കെ വിജയത്തിൽ എത്തിച്ചേരും. നല്ല നല്ല പൊസിഷനിലേക്ക് ജോലിയിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും, അഭിവൃദ്ധികൾ വന്നു ചേരും. അപ്പം അങ്ങനെയുള്ള പല ഗുണങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പലവിധ ഗുണങ്ങളാണ് കർക്കിടകക്കൂറുകാർക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ. വിവാഹാധികാര്യങ്ങൾ, സന്താനാധികാര്യങ്ങൾ, ജോലി കാര്യങ്ങൾ, നിർമ്മാണം എന്നീ കാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം സന്തോഷവും സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കുള്ള നല്ല സമയങ്ങൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക. ധനമൊക്കെ സമാഹരിച്ച് വെക്കാനൊക്കെ ഉള്ള മനസ്സുണ്ടാവുക, ഇതൊക്കെയാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ. ഇനി അഥവാ ഈ നാളുകാർക്ക് ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ, വിട്ടുമാറിയിട്ടില്ലെങ്കിൽ പരിഹാരങ്ങളുണ്ട്. ഗുരുവായൂർ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഭഗവാന് കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പന്. അത് ഈ നാളുകാരുടെ ബുദ്ധിമുട്ട് മാറാൻ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ദുർഗാ ഭഗവതിക്ക് ഫൽപായസം കഴിച്ച് പ്രാർത്ഥിക്കുക. അതും ഈ നാളുകാരുടെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. എവിടെയെങ്കിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും അഭിഷേകങ്ങൾ കഴിച്ച് ഷഷ്ടി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. ഇത് മൂന്നും ഈ നാളുകാർക്ക് വിശേഷമാണ്. ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് സന്തോഷസ്ഥിതിയാണ്. വ്രതം പോയി ആയിരുന്ന ആളുകാർക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും വിജയസ്ഥിതി, സന്തോഷാനുഭവങ്ങളൊക്കെ ഉള്ള സമയമാണ്. ഇനി അഥവാ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക. ഗുരുവായൂരപ്പന് കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുർഗാദേവിക്ക് ഫൽപായസം കഴിച്ച് പ്രാർത്ഥിക്കുക. അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടും, ഒരു സംശയവും വേണ്ട. ഒരുപാട് സന്തോഷവും സമൃദ്ധിയൊക്കെയുള്ള സമയങ്ങളാണത്. ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. എന്നെങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരും. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും തരുന്നു. നമ്മുടെ ചാനൽസ് വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കാം. എല്ലാവരും ശ്രീ മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.